അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ സമീപസ്ഥരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അഭിനന്ദനായ റുഫാനി ഉസ്താദ് അള്ളാഹു കൊടുത്ത ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. ഈ ഒരു ടൈറ്റിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഒരു ശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ സ്വന്തമായി ആലോചിക്കുകയും അഹ്ലുസുന്നയുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി അവനെ മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ ഒരു വിഷയാവതരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബ് 6-ാം സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا صدق الله العلي العظيم. النبي أولى بالمؤمنين من أنفسهم. വിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് അവരുടെ നഫ്സിനേക്കാൾ അവരുടെ ശരീരത്തേക്കാൾ സ്വന്തത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്നതിന്റെ മറ്റൊരു ഖിറാഅത്ത് ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. വഹുവ അബുല്ലഹും പുണ്യ നബി അവരുടെ പിതാവാണ്. ആ ഖിറാഅത്ത് പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലം തബൂക്ക് യുദ്ധ സമയത്ത്, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ സുദീർഘമായി യുദ്ധം ചെയ്യേണ്ട സ്ഥലമാണ്. അങ്ങനെ യുദ്ധം ചെയ്യേണ്ട അവസരം വന്നപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ചില ആളുകളൊക്കെ സ്വഹാബത്തിൽപ്പെട്ട ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ മാതാപിതാക്കളോട് സമ്മതം ചോദിക്കട്ടെ എന്ന്. സമ്മതം ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം പുണ്യനബി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ മാതാപിതാക്കൾ എന്നത് പ്രസക്തമല്ല. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എന്തേ കാരണം? സ്വശരീരത്തേക്കാൾ ഒരു മുഅ്മിനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രധാനം. കാരണം നമ്മുടെ ശരീരം ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, ശരീരം ഒരുപക്ഷെ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കും. ഒരുപക്ഷെ എന്നല്ല, കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. ഹബീബ് സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്, നഫ്സ് നരകത്തിലേക്കാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. രക്ഷപ്പെടാനുള്ള വഴി മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഈ വിഷയം ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുൽ ഖുർആനിൽ അദീമിൽ കാണാൻ കഴിയും അല്ലേ? അവിടെ ഖാല ബസ്സാം ഇബ്നു അബ്ദില്ലാഹ് മഹാനുഭാവൻ പറയാൻ മറ്റു ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അവരുടെ നഫ്സുകൾ, ശരീരങ്ങൾ ദുന്യാവിലെ തീയിൽ നിന്നാണ് അവരെ സംരക്ഷിക്കുന്നത്. പക്ഷേ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്രിസുഹും മിൻ നാരിൽ ആഖിറ, ആഖിറത്തിലെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ശരീരത്തെക്കുറിച്ച് പോലും ആലോചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇസ്മായിൽ അൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി
സഹ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കുന്നത് മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യറ വിലായതഹു അലൈഹി ഫീ ജമീഇ അഹ്വാലി ലം യദുഖ് ഹലാവത സുന്നനിഹി ബിഹാൽ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വലിയാണെന്ന്, എല്ലാ സമയവും തന്റെ വലിയാണെന്ന് വിശ്വസിക്കാത്തവൻ ലം യദുഖ് ഹലാവത സുനനിഹി ബിഹാൽ, അവൻ ഒരിക്കലും സുന്നത്തുകളുടെ ദീനിന്റെ മാധുര്യം തന്നെ രുചിക്കാൻ സാധ്യമല്ല എന്ന്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ, ആയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅയ്യുമാ മുഅ്മിനിൻ തറക മാലൻ ഫൽയരിസുഹു അസബതു വമൻ കാനു ഫഇൻ തറക ദൈനൻ ഔ ദിയാഅൻ ഫൽയഅ്തിനി വഅന മൗലാ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും സ്വത്ത് ബാക്കി വെച്ചു, സമ്പത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ അസബക്കാർ, കുടുംബക്കാർ അത് സ്വത്ത് വീതം വെച്ചെടുക്കാം. അയാൾക്ക് വല്ല കടവുണ്ടെങ്കിൽ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടമുള്ള മയ്യിത്തിന് മേൽ നിസ്കരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് കടങ്ങളില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള സമ്മതം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു മയ്യിത്ത് വന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സുനൻ അബീ ദാവൂദിലുള്ള സംഭവമാണ്, അലൈഹി ദൈൻ, കടമുണ്ടോ എന്ന് ചോദിച്ചു. ഖാലു നഅം ദീനാറാൻ, 2 സ്വർണ്ണ നാണയം കടക്കാരനാണ് മൂപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും. ഇത് ആദ്യകാലത്താണ്. ഇസ്ലാമിൽ ഒരുപാട് വിജയങ്ങളൊക്കെ വന്ന് സമ്പത്ത് വരുന്നതിന് മുമ്പാണ്. സല്ലു അലാ സ്വാഹിബിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂ ഖത്താദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമാ അലയ്യ യാ റസൂലല്ലാഹ്, അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത്. അബൂദാവൂദിൽ തന്നെ കാണാൻ കഴിയും, ഫലമ്മാ ഫതഹല്ലാഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിജയങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി ഫമൻ തറക ദൈനൻ ഫഅലയ്യ ഖളാഉഹു വമൻ തറക മാലൻ ഫലിവറസതിഹി. സ്വത്തൊക്കെ അനന്തരാവകാശികൾക്ക് എടുക്കാം, കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഹബീബാണ് നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ചില തെളിവുകളാണ്. പരിശുദ്ധ ഖുർആനിൽ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്ന ആയത്ത് ഇറങ്ങിയപ്പോഴാണ് തഫ്സീറുൽ ഖുർതുബിയിൽ കാണാൻ കഴിയും, ലമ്മാ നസലത് ഹാദിഹിൽ ആയ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ വല്ലാഹി ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തനാകില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യും അങ്ങ് തൃപ്തനാകുന്നത് വരെ. അപ്പോഴാണ് ഇത് പറഞ്ഞത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, പലരും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് അർജ ആയത്തിൻ ഫിൽ ഖുർആൻ, വിശ്വാസികൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏത് എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഈ ആയത്താണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നാ നഖൂൽ, നമ്മൾ പറയുന്നത്, ഇന്ന അർജ ആയത്തിൻ ഫീ കിതാബില്ലാഹി ഖൗലുഹു തആല വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അങ്ങേക്ക് അല്ലാഹു അങ്ങ് തൃപ്തനാകുന്നത് വരെ നൽകുക തന്നെ ചെയ്യുമെന്ന ആയത്താണ് അർജ ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടുത്ത കാരണം എന്തുകൊണ്ടാണ് അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് നമ്മൾ പറയുന്നത്? രണ്ടാമത്തെ കാരണം നമ്മുടെ പ്രതീക്ഷയാണ്. അശ്ശഫാഅത ഹബ് ലനാ
ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മതി, ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മതി. ഏറ്റവും പ്രതീക്ഷ നൽകുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളിൽ നമുക്ക് നിരന്തരം കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രത്യേകമായ ഒരു പശ്ചാത്തലം എല്ലാവരും കൈയൊഴിയുന്ന നേരം അല്ലേ, നമുക്കറിയാമല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വരും, അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വരും. അവരൊക്കെ പറയും ലസ്തുലഹാ, ഞാൻ ഈ ശഫാഅത്തിന് അർഹനല്ല. ആ സമയത്താണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അടുത്തേക്ക് പോകും. അപ്പോഴും പറയും ലസ്തുലഹാ വലാകിൻ അലൈക്കും ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോയിക്കോളൂ. അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരുമ്പോ അനലഹ, ഞാനാണ് അതിനുള്ളത്. അള്ളാന്റെ ഹബീബ് ഏറ്റെടുക്കുകയാണ്, വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. റഹ്മത്തുല്ലില്ലാ നബീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ശഫാഅത്ത് നടത്തുന്ന സന്ദർഭം വളരെ വിശദമായ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് അല്ലേ. ഫയുഖാൽ ഇൻതലിഖ് ഫഅഖ്രിജ് മൻ കാന ഫീ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കഴിയുമ്പോൾ ശഫാഅത്തിന് വേണ്ടി അല്ലാഹു അനുവാദം നൽകുന്നത് ഇങ്ങനെയാണ്, ഇൻതലിഖ് ഫഅഖ്രിജ് മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ശഈറത്തിൻ മിൻ ഈമാൻ. ഈമാനിൽ നിന്നുള്ള ഒരു ശഈറ, ഒരു ബാർലിയുടെ അല്ലേ, ഒരു ബാർലിയുടെ ഒരു ധാന്യം, അത് മനസ്സിലുള്ളവനെ എന്താക്കിക്കോളൂ, സ്വർഗത്തിലേക്ക് എത്തിച്ചോളൂ, നരകത്തിൽ നിന്ന് പുറത്തെത്തിച്ചോളൂ എന്ന് പറയണം. പിന്നെയും രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീഴും, ശഫാഅത്തിന് ആവശ്യപ്പെടും. അപ്പം പറയും യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി. അപ്പോഴും അല്ലാഹു പറയും ഇൻതലിഖ് ഫഅഖ്രിജ് മിൻഹാ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ ഔ ഖർദലത്തിൻ മിൻ ഈമാൻ. കടുമണി തൂക്കം എന്ന് പറയല്ലോ, ഒരു ചോളത്തിന്റെ ധാന്യം ഈമാനുള്ളവനെ പുറത്തെത്തിച്ചോളൂ എന്ന് പറയും. പിന്നെ മൂന്നാമതും വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി. അപ്പോഴും പറയും ഇൻതലിഖ് ഫഅഖ്രിജ് മൻ കാന ഫീ ഖൽബിഹി അദ്നാ 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 മിസ്ഖാല ഹബ്ബത്തി ഖർദൽ. അല്ലാത്തൊരു വർത്താനാണ്. അദ്നാ 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 മിസ്ഖാലി ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ ഫഅഖ്രിജുഹു മിനൻ നാർ. അല്ലേ, ഏറ്റവും മൈന്യൂട്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈമാൻ ഉണ്ടെങ്കിൽ പോലും പുറത്തെത്തിക്കണമെന്ന് അള്ളാഹു ഓർഡർ കൊടുക്കും. പിന്നെയും പോകുന്നാണ്. അള്ളാന്റെ ഹബീബോട് നിർത്തുന്നില്ല. സുമ്മ ഔദു റാബിഅ, നാലാമതും ഞാൻ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് ഫഅഖൂലു യാ റബ്ബി ഇദല്ലി ഫീ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് തരണേ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയും വഇസ്സതി വജലാലി വകിബ്രിയായി വഅളമതി ലഉഖ്രിജന്ന മിൻഹാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ നമുക്ക് പ്രതീക്ഷയാകുന്നത്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രതിസന്ധികൾ എവിടെയുണ്ടോ അവിടെ ഹബീബുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കുന്നത്.
അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ. തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ് അല്ലേ. സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ. അനസ് റളിയല്ലാഹു അൻഹു നമ്മൾ ചോദിക്കണ്ടേ, അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅയ സയ്യിദി ഖൈറൻ നബി. ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനഫായിലുൻ, ഞാൻ ചെയ്തോളാം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ചെയ്തോളാമെന്ന്. ഹബീബ് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അന്നത്തെ VIP ആണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ് ഫഅയ്ന അത്ലുബുക, ഞാൻ എവിടെ വന്ന് അങ്ങേ അന്വേഷിക്കും, ഞാൻ എവിടെ വന്ന് തരിക? കാരണം അന്നത്തെ ഏറ്റവും വലിയ VIP അല്ലേ. അപ്പോൾ പറഞ്ഞു, ഉത്ലുബിനി അവ്വലുമാ തത്ലുബിനി അല സിറാത്ത്, അല്ലേ, ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ സ്ഥലമാണ് സിറാത്ത് പാലം, അവിടെ ഞാൻ ഉണ്ടാകും. അല്ലേ, എവിടെയും പോകുന്നത് കാര്യമില്ലല്ലോ. പ്രതിസന്ധി എവിടെ ഉണ്ടാകുന്നു അവിടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പറഞ്ഞു, അള്ളാന്റെ റസൂലെ, അവിടെ കണ്ടിട്ടില്ലെങ്കിലോ, ഫത്ലുബിനി ഇൻദൽ മീസാൻ, മീസാന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. ഫഇല്ലം അൽഖക ഇൻദൽ മീസാൻ, മീസാന്റെ അടുത്തില്ലെങ്കിലോ, ഫത്ലുബിനി ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. ഫഇന്നി ലാ ഉഖ്തിഉ ഹാദിഹി സലാസൽ മവാത്തിൻ. ഹദീസ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവും, അവിടെ നിന്ന് ഞാൻ പിഴക്കൂല, അവിടെ തീർച്ച. അതുകൊണ്ടല്ലേ ഇന്നനാ നർജു ഇല കഅസി ഹൗദിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഖിയാമത്ത് നാളിൽ വല്ലാഹി ഇന്നി ലഅർജു അൻ അൽഖാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹബീബിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഞാൻ കണ്ടാൽ ഫഅഖൂല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹുവൈദിമുക്, അങ്ങയുടെ ഏറ്റവും കൊച്ചടിമ അനസാ വന്നിരിക്കുന്നത്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദംതുഹു 10 സിനീന ബിൽ മദീന വ അന ഗുലാമുൻ, കുഞ്ഞായിരിക്കെ ഹബീബിനെ ഞാൻ 10 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. ബുശ്റാ ലി ഉമ്മതിഹി ബിറുയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അളീമുൽ അസിയദു യാ റബ്ബി സ്വൽ അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ കാണാൻ ആഗ്രഹിച്ചില്ലേ? നാലാമത്തെ കാരണം, അള്ളാന്റെ ഹബീബ് നമ്മളെ കാണാൻ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തൽ മഖ്ബറ, മഖ്ബറയിലേക്ക് വന്നു. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ ഇഖ്വാനിനെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇഖ്വാനല്ലേ? അപ്പോൾ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അസ്ഹാബാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദു, നമ്മളെയാണ് മുത്ത് ഹബീബ് കാണാൻ ആഗ്രഹിച്ചത്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അഞ്ചാമത്തെ കാരണം, നമ്മൾ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരം, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസമുണ്ട്. വളരെ സുദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണ്. അയ്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായകൾക്ക് സീല് വെച്ചു, സംസാരിക്കാൻ പറ്റൂല, അവയവങ്ങൾ സംസാരിക്കുകയാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യുസഊൻ ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം
സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവയവങ്ങൾ സാക്ഷി പറയുന്ന നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, നമ്മുടെ തൊലികൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന സമയം, വഖാലൂ ലിജുലൂദിഹിം, സാക്ഷി പറയുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതാണ്, നമ്മുടെ തൊലിയോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈന, ഞങ്ങൾക്കെതിരെ നീ എന്തിന് സാക്ഷി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴാണ് ഖാലൂ, തൊലികൾ പറയും, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, ഞങ്ങളെ സംസാരിപ്പിച്ചത് അല്ലാഹുവാണ്. എല്ലാം സംസാരിപ്പിക്കുന്ന, എല്ലാത്തിനെയും സംസാരിപ്പിക്കുന്ന അല്ലാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. ഇങ്ങനെ എല്ലാവരും നമുക്കെതിരെ, നമ്മുടെ തൊലികൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ, നമ്മുടെ കൂടെ ഇല്ല. സഹോദരിൽ നിന്ന് നമ്മൾ ഓടുന്ന സമയം, വ ഉമ്മിഹി വ അബീ, ഉമ്മയെ നമുക്ക് കാണാൻ സമയമില്ല. ഉമ്മയിൽ നിന്ന് ഓടി അകലുന്ന ഒരു ദിവസമുണ്ട്. വ അബീഹി, പിതാവിൽ നിന്ന് നമ്മൾ ഓടുന്ന ദിവസമുണ്ട്. വ സ്വാഹിബതിഹി വ ബനീ, ഭാര്യയിൽ നിന്ന് നമ്മൾ ഓടുന്ന ദിവസമുണ്ട്. മക്കളിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുന്ന ദിവസമുണ്ട്. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നീ, എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഓടുന്ന, നമുക്ക് നമ്മുടെ കാര്യമുണ്ട്. നഫ്സി നഫ്സി എന്ന് പറയുന്ന ദിവസമുണ്ട് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ, വയൗമ യഅള്ളു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ എന്ന് പറയുന്ന സമയത്താണ് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളായ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, സ്വഹീഹ് മുസ്ലിം. മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, തീ കത്തിക്കുന്ന ഒരാളെ പോലെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, പ്രാണികളും വെട്ടുകിളികളൊക്കെ ആ തീയിലേക്ക് ഇങ്ങനെ വരികയാണ്. വഹുവ യദുബ്ബുഹുന്ന അൻഹാ, ഈ മനുഷ്യൻ അത് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തട്ടുകയാണ്. അതുപോലെയാണ് ഞാനും നിങ്ങളും. നിങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ ഓടിയെടുക്കാൻ. വഅന ആഖിദും ബിഹുജസിക്കും അനിന്നാർ, ഞാൻ നിങ്ങളുടെ ഊര ഞാൻ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഊരൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ വഅൻതും തഫല്ലതൂന മിൻ യദി, നിങ്ങൾ ഓടുകയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അങ്ങനെയാണ്. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നതിനെ അല്ലേ സൂറത്തുൽ അഹ്സാബിലെ 36-ാം സൂക്തത്തിൽ അല്ലാഹു വീണ്ടും അത് ആ ഒരു ആശയത്തെ ദൃഢപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. സൂറത്തുൽ അഹ്സാബ് 36. അല്ലാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു വിധി നിർണയിച്ചു കഴിഞ്ഞാൽ, ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ, ഖുർആനിലും സുന്നത്തിലും ഇങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ വിധിയെഴുതി കഴിഞ്ഞാൽ, അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, ചോയ്സ് ഇല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി, ഞാൻ കൊണ്ടുവന്നതിനോട് ഒരാളുടെ താല്പര്യവും ഇഷ്ടവുമാകുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം മുസ്നദ് അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ രസകരമായ ചരിത്രമാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞ കാന ദമീമ, വിരൂപനായിരുന്നു എന്നാണ്. ഒരു കുടുംബം മറ്റൊന്നുമില്ല, അല്ല, വളരെ വിരൂപനായ ഒരാളായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കല്യാണമൊക്കെ ആലോചിച്ചാൽ നോക്കിയാലോ. എനിക്കോ? നിങ്ങൾക്ക് തന്നെ.
ആരാ കെട്ടിച്ചേരാ യാ റസൂലല്ലാ എന്ന് ചോദിച്ചു എന്നാണ്. അങ്ങനെ ഒരു വളരെ ധനാഢ്യനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ പറഞ്ഞു, നിങ്ങളെ മകളെ ഒന്ന് കെട്ടിച്ചു ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അങ്ങേക്കാണോ? സമ്മതമാണ്. പറഞ്ഞു, എനിക്കല്ല. ആർക്കാണ്? ജുലൈബീബിനാണ്. ജുലൈബീബിനോ? ഒന്ന് വിഷയം ചോദിക്കാണ്ട് വീട്ടിൽ ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഉമ്മാനോട് ചോദിക്കാൻ, കുട്ടീൻ്റെ ഉമ്മാനോട് ചോദിക്കാൻ വേണ്ടി പോകാൻ അങ്ങനെ വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഈ ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ്? ജുലൈബീബിനാണ്. ജുലൈബീബോ? ജുലൈബീബുൻ ഇനിയ, ജുലൈബീബുൻ ഇനിയ. ജുലൈബീബിന് പറ്റൂല. ഇനിയ എന്നൊരു പ്രയോഗമാണ്. പറ്റൂല, നടക്കൂല എന്ന് പറയുന്നതിനാണ്. ഇനിയ പറ്റൂല. അത് ഏതായാലും പറ്റൂല എന്ന് പറഞ്ഞു. പറഞ്ഞു ആ സമയത്ത് ഈ സംസാരം ആര് കേൾക്കാണ്? കാരണം ജുലൈബീബിന് കുടുംബമില്ല, ജുലൈബീബിന് സ്വത്തില്ല. ജുലൈബീബിന് റളിയല്ലാഹു അൻഹു ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് സ്വത്തുമില്ല, കുടുംബമില്ല, ജമാലുമില്ല, ഗ്ലാമറുമില്ല, ഒന്നുമില്ലല്ലോ. ഇയാളാണ് ധനാഢ്യനും. അപ്പോൾ മകള് പറഞ്ഞു, എന്താണ് സംഭവം ചോദിച്ചു. വിഷയം പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണാലോചനയുമായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നും ആലോചിക്കാനില്ല. കാരണം ഖുർആനിൽ പറഞ്ഞാണല്ലോ, വമാ ഖാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ സമ്മതയാണ് എന്ന് വിധിവരം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ എന്നെ കൊടുക്കൂല എന്ന് പറയാൻ. അങ്ങനെ വിവാഹം നടന്നു. മധുവിധു തീരുന്നതിന് മുമ്പ് യുദ്ധകാഹളം മുഴങ്ങുകയാണ്. മുസ്നദ് അഹമ്മദ് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. കൃത്യമായി രേഖപ്പെടുത്തും. യുദ്ധകാഹളം മുഴുകാൻ. മധുവിധു തീരുന്നതിന് മുമ്പ് ജുലൈബീബ് റളിയല്ലാഹു യുദ്ധത്തിന് പോകാൻ. യുദ്ധത്തിനാണ്ട് പോയി. യുദ്ധത്തിന് പോയിട്ട് വളരെ സുദീർഘാണ്. ആടരാടി ഷഹീദായി മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. മധുവിധു തീരുന്നതിന് മുമ്പ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു വമാ ഖാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു ഫി അംരിഹിം, ഖിയറതു മിൻ അംരിഹിം. ഓപ്ഷൻ ഇല്ല. സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയത്. ആ യുദ്ധത്തിന് പോയി ഷഹീദായി. ഇത് കണ്ടപ്പോൾ ഹബീബ് ദുആ ചെയ്തു എന്നാണ്. അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സബ്ബാ. അല്ലാഹുവേ, ആ മഹദിയെ നീ പ്രയാസപ്പെടുത്തരുത്. അല്ലേ? പുതുമണവാട്ടിയെ പ്രയാസപ്പെടുത്ത ആ പുതുമണവാട്ടിക്ക് ഖൈർ കൊടുക്കണേ തമ്പുരാനെ. വലാ തജൽ ഐഷഹാ ഖദ്ദൻ ഖദ്ദ. പുതുമണവാട്ടിയുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തരുത്. പിന്നെ സ്വഹാബത്ത് പറയാൻ ഫമാ ഖാന ഫിൽ അൻസാരി അയ്യുൻ അൻഫഖ മിൻഹാ. സമ്പത്ത് ചെലവഴിക്കുന്ന, സമ്പത്ത് സ്വതക്ക നടത്തുന്ന അവരെക്കാൾ വലിയൊരു സ്വതക്ക നൽകുന്ന ഒരു വിധവ മദീനയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ചരിത്രമാണ്. മുസ്നദ് അഹമ്മദ് രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഹബീബിന് അങ്ങനെയായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. ഉഹദ് യുദ്ധം നമുക്കറിയാവുന്ന യുദ്ധമാണ്. വിശദമായി ഞാൻ കടക്കുന്നില്ല. ആനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ദാലികൽ യൗമു കുല്ലുഹു ലിത്വൽഹ. ത്വൽഹ റളിയല്ലാഹു അൻഹു അവകാശപ്പെട്ടതാണ് ഉഹദ് യുദ്ധം. ത്വൽഹ റളിയല്ലാഹു അൻഹു അത്രയും സഹിച്ച് കഷ്ടപ്പെട്ട് തന്റെ അവയവങ്ങൾ കൊണ്ട് പരിചയാക്കി, തന്റെ കയ്യും കാലും ശരീരവും ഹബീബിന് പരിചയാക്കി നിന്ന മഹാനാണ് സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഓരോ സഹാബത്തും വതറസ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തന്റെ കൈ ഉപയോഗിച്ചാണ് ഹബീബിന് നേരെ വരുന്ന അസ്ത്രങ്ങളെ തടുത്തത് എന്നത് ചരിത്രമാണ്. അൽ ബിദായത്തു വന്നിഹായ വളരെ വിശദമായി ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ്. നമുക്കറിയാവുന്ന ചരിത്രമാണ് കഅബ് റളിയല്ലാഹുവിന്റെ ചരിത്രം. കഅബ് റളിയല്ലാഹുവിന്റെ തബൂക്ക് യുദ്ധത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കാൻ. കഅബ് റളിയല്ലാഹു തബൂക്കിലേക്ക് പോകാൻ വൈകി. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കുള്ള പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കി.
അവരോട് സംസാരിക്കരുത്, ആരും ഇങ്ങോട്ട് വന്നാൽ എന്താവരുത്, ആരും ഉണ്ടരുത്. എത്രത്തോളം? 40 ദിവസം കഴിഞ്ഞു, ബ്രട്ട് കൽപ്പിച്ചു. 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യമാരെയും വെടിയാൻ പറഞ്ഞു. ചോദിച്ചു, ത്വലാക്കല്ലാണോ ചോദിച്ചു. ത്വലാക്കല്ലണ്ട, ഒട്ടുന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. ഗസ്സാൻ രാജാവിൻ്റെ എഴുത്ത് പോലും വന്നു എന്ന് ചരിത്രമാണ്. ഞങ്ങളെടുത്തേക്ക് പോരൂ, രാജാവിൻ്റെ എഴുത്ത് കഅബ് റളിയല്ലാഹു പ്രമുഖനാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നവർ മനസ്സിലാക്കിയപ്പോഴാണ് ഏത് ത്യാഗവും വാഖത് അലയ്യൽ അർദു ബിമാ റഹബത്, ആരും ഉണ്ടണില്ല, സംസാരിക്കണില്ല, ഭാര്യ പോലും വിട്ടുനിന്നു. 50-ാമത്തെ ദിവസം അള്ളാഹു തൗബ ഇറക്കി. വളരെ വിശദമായ സംഭവമാണ് പറഞ്ഞു വരുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരു വിശ്വാസി അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നതിനെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫലം തുംസി ബിനാ നിഅമത്തുൻ വഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബായിട്ടല്ലാതെ, കാരണമായിട്ടല്ലാതെ ദീനിലും ദുന്യാവിലും ഈ ലോകത്തെ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും പ്രകടമായതോ ആന്തരികമായതോ ഏതൊരു നിഅമത്തും അല്ലാഹുവിൻ്റെ റസൂൽ സബബായിട്ടല്ലാതെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഫലം തുംസി ബിനാ നിഅമത്തുൻ വഹറത് വലാ ബതനത് ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. അല്ലാഹുവിൻ്റെ റസൂൽ സബബായിട്ടല്ലാതെ, കാരണമായിട്ടല്ലാതെ ഒരു നിഅമത്തും നമ്മളെ തേടിയെത്തിയിട്ടില്ല, നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവം പറഞ്ഞത്, അള്ളാന്റെ ഹബീബിനെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് ഹബീബിൻ്റെ ജന്മദിനം കൊണ്ടാടാൻ നമുക്ക് മനസ്സുണ്ടാവുക. ഈ അർത്ഥത്തിൽ ഹബീബിനെ മനസ്സിലാക്കുമ്പോൾ ഹബീബിലുള്ള മഹബത്തിൻ്റെ രൂപഭാവങ്ങൾ ഇതെങ്ങനെ, എന്തുകൊണ്ട്, ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഇനി എല്ലാവരും അവനാൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന കാലമാണ്. അതിൻ്റെ ഫിഖ്ഹി മസലകളിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഒരു സാംസ്കാരിക ചുറ്റുപാടിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അതെല്ലാ സ്ഥലത്തും നടക്കുന്നത്. അതിനെ ഒന്നും ചോദ്യം ചെയ്യാത്തവർ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ അവർക്ക് കലിപ്പാണ്. അല്ലേ? മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി ഖാദി ഇയാദിൽ നിന്ന് ഉദ്ധരിക്കാൻ മിർഖാത്തിൽ കാണാൻ കഴിയും, വമിൻ മഹബ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തിൽ പെട്ടതാണ് നസ്റു സുന്നത്തി വസ്സബ്ബു അൻ ശരീഅത്തി, ശരീഅത്തിന്റെ സംരക്ഷണം, ആദർശ സംരക്ഷണം, അതൊക്കെ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. വതമന്നി ഇദ്റാകിഹി ഫീ ഹയാതി, അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് പോലും മഹബ്ബത്തിന്റെ ഭാഗമാണ്. ലിയബ്ദുല നഫ്സഹു വമാലഹു ദൂന, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വന്തം ശരീരവും നഫ്സും ചെലവഴിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് പോലും പുണ്യകർമ്മമാണ്, മഹബ്ബത്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തു തൗബയിലെ അവസാനത്തെ ഒരു ആയത്തുകൂടി ഓതി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു തൗബ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم
وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين والله لا يهدي القوم الفاسقين. നമുക്ക് ഇഷ്ടമുണ്ടാവുന്ന എല്ലാ സാധനത്തെയും അള്ളാഹ് എടുത്ത് ഇങ്ങനെ പറയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളാണോ, ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണോ, നിങ്ങൾ തേനെ പൊന്നെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളാണോ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണോ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണോ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബമാണോ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ച സ്വത്താണോ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം ഭയക്കുന്ന നിങ്ങളുടെ ബിസിനസ്സാണോ, വ മസാകിനു തർവൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വളരെ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ചെലവഴിച്ചുണ്ടാക്കിയ നിങ്ങളുടെ മണിമാളികകളാണോ, വ മസാകിനു തർവൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് താല്പര്യപ്പെട്ടത്, വ ജിഹാദിൻ ഫീ സബീലി, ശ്രദ്ധിക്കണേ, വ ജിഹാദിൻ ഫീ സബീലി, ജിഹാദിൽ എന്താ സംഭവിക്കുന്നത്, സ്വന്തം ശരീരത്തെ പോലും മാറ്റിവെക്കാൻ. ഇതുവരെ നമുക്ക് ശരീരമല്ലാത്ത എല്ലാം പറഞ്ഞു, നമ്മുടെ ശരീരമല്ലാത്ത എല്ലാം പറഞ്ഞു, വ ജിഹാദിൻ ഫീ സബീലി, ശരീരവും പറഞ്ഞു. ഇതേറ്റാ പോണത്, എവിടെങ്കിലും കിടന്നിട്ട് സ്വിച്ച് ഇടുന്ന കാര്യമല്ല പറഞ്ഞത്, നേർക്കുനേരെയുള്ള പോരാട്ടത്തെ കുറിച്ചാ പറഞ്ഞത്. വ ജിഹാദിൻ ഫീ സബീലി, അതിന് നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷെ ഖുർആൻ പറയാൻ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എപ്പോഴെങ്കിലും ഒരു വാളെടുത്ത് വിട്ടുന്ന വിഷയമല്ലത് പറഞ്ഞത് അല്ലേ. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഒരു ഇമാമിന് കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് വാളെടുത്ത് പോയി വെട്ടുന്ന വിഷയമല്ല പറഞ്ഞത്. അതാണോ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ അദാബ് വരും, ശിക്ഷ വരും, നിങ്ങൾ പേടിച്ചോളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പറയാനുള്ളത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. നിങ്ങളൊക്കെ എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കും വിഷയമാർക്കും സഹപ്രവർത്തകർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.